ജയിലിൽ നിന്ന് 4 ലക്ഷം രൂപയും ബാറ്ററികളും മോഷണം പോയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. അടുത്തിടെയായി ജയിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോഷണം നടന്നത് സുരക്ഷാ സംവിധാനങ്ങളിലെ ഗുരുതരമായ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവങ്ങൾ ജയിൽ അധികാരികൾക്കും പോലീസിനും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ജയിൽ വളപ്പിലെ കഫറ്റേരിയയിൽ നിന്ന് 4 ലക്ഷം രൂപ കവർന്നതാണ് ഏറ്റവും പുതിയ സംഭവം. തടവുകാർ ജോലി ചെയ്യുന്ന ഫുഡ് ഫോർ ഫ്രീഡം എന്ന കഫറ്റേരിയയിൽ നിന്നാണ് മോഷണം നടന്നത്. ട്രഷറിയിൽ അടയ്ക്കാൻ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. മോഷണ വിവരം പുലർച്ചെയാണ് ജയിൽ അധികൃതർ അറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ജയിൽ വളപ്പിൽ തന്നെയുള്ള ഒരു കഫറ്റേരിയയിൽ ഇത്തരമൊരു മോഷണം നടന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. കഫറ്റേരിയയിലെ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ജയിലിലെ തടവുകാരെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കഫറ്റേരിയയിൽ തടവുകാർ ഉൾപ്പെടെയുള്ളവരാണ് ജോലി ചെയ്യുന്നത്. 24 മണിക്കൂറും സുരക്ഷ ആവശ്യമുള്ള ഒരു സ്ഥലമാണിത്. എന്നാൽ മോഷണം നടന്ന സമയത്ത് സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടത്ര ശക്തമായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. കഫറ്റേരിയ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 3 ദിവസത്തെ വരുമാനമാണ് കഫറ്റേരിയയുടെ പിന്നിലെ മുറിയിൽ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. വാതിൽ പൊളിച്ച് മുറിയിൽ കയറിയ ശേഷമാണ് താക്കോലെടുത്ത് പണം കവർന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ജയിലിൽ നിന്ന് സോളാർ പ്ലാന്റ് ബാറ്ററി ഭാഗങ്ങൾ മോഷണം പോയിരുന്നു. ഏകദേശം 5.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 300ഓളം ബാറ്ററി ഭാഗങ്ങളാണ് അന്ന് മോഷണം പോയത്. ഈ മോഷണത്തിന് പിന്നിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 മോഷണങ്ങളും അടുപ്പിച്ച് നടന്നതിനാൽ ഇവ രണ്ടിനും പിന്നിൽ ഒരേ സംഘമാണ് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കഫറ്റേരിയയിലും സോളാർ പ്ലാന്റിലും നടന്ന മോഷണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. പൂജപ്പുര ജയിലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. ജയിലിന്റെ പരിസരത്ത് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കുന്നത് ജയിൽ അധികാരികളുടെ അറിവോടെയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. മോഷണം പോയ ബാറ്ററികളും പണത്തിന്റെയും കാര്യത്തിൽ ജയിലിലെ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജയിൽ അന്തേവാസികൾക്ക് പുറമെ ജയിലിലെ ജീവനക്കാരെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഫുഡ് ഫോർ ഫ്രീഡം കഫറ്റേരിയ പൂജപ്പുരയിൽ നിന്ന് ജഗതി ഭാഗത്തേക്കുള്ള റോഡിന്റെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആളുകൾക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജയിലിലെ തടവുകാരുടെ സഹായത്തോടെ പുറത്തുള്ളവർ മോഷണം നടത്തിയതാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. സംഭവം നടന്ന സ്ഥലത്തെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ആരാണ് മനഃപൂർവ്വം ഈ ക്യാമറകൾ ഓഫ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അത് കേടായിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ജയിലിലെ ഉദ്യോഗസ്ഥരുടെയോ തടവുകാരുടെയോ സഹായമില്ലാതെ ഇത്തരമൊരു മോഷണം നടത്താൻ സാധിക്കില്ലെന്ന് പോലീസ് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ജയിലിലെ മറ്റു തടവുകാരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരികയാണ്. മോഷണത്തിന്റെ രീതിയും സ്വഭാവവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണെന്ന് വ്യക്തമാകും. പണം സൂക്ഷിച്ച മുറിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ ഇത്തരമൊരു മോഷണം നടത്താൻ സാധിക്കില്ല. താക്കോൽ കണ്ടെത്തി വാതിൽ തുറന്നതും ഈ സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് ജയിൽ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി. പൂജപ്പുര ജയിൽ പോലുള്ള ഒരു അതീവ സുരക്ഷാ മേഖലയിൽ പോലും മോഷണം നടക്കുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത് ജയിൽ സുരക്ഷയുടെ കാര്യത്തിൽ പുനർവിചിന്തനം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ സംഭവങ്ങൾ സമൂഹത്തിൽ ജയിലുകളെ കുറിച്ചുള്ള പൊതുബോധം മാറ്റാൻ സാധ്യതയുണ്ട്. ജയിലുകൾ കേവലം തടവറകൾ മാത്രമല്ല, അവിടെയും സുരക്ഷാ ഭീഷണികൾ ഉണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു.